എടവണ്ണയിലെ വീട്ടിൽ നിന്ന് പിടികൂടിയ തോക്കുകൾ ബാലിസ്റ്റിക് പരിശോധനയ്ക്കായി അയക്കും. തോക്കുകൾ ഉപയോഗിച്ചതിന്റെ തിരയുടെയും വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. പ്രതി ഉണ്ണിക്കമ്മത്തിന് പോലീസ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. എയർഗൺ വിൽപ്പന നടത്താനുള്ള ലൈസൻസ് ഉണ്ണിക്കമ്മത്തിന് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. യൂനസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. യൂനസ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇതിലേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടോ? എന്തിനു വേണ്ടിയാണ് ഈ മാരകമായ ആയുധങ്ങൾ ഇയാളുടെ വീട്ടിൽ സൂക്ഷിച്ചത്? അത് പോലീസ് പറയുന്നുണ്ടോ എന്താണെന്ന്? യൂനസിലേക്ക് വരാം. ബാലിസ്റ്റിക് പരിശോധന നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എയർഗൺ വിൽപ്പന നടത്താനുള്ള ലൈസൻസിന് വേണ്ടി ഈ പ്രതി അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇന്നലെ രാത്രിയിലാണ് എടവണ്ണയിൽ മാരക ആയുധങ്ങളും ആയുധ ശേഖരണങ്ങളും എല്ലാം പോലീസ് പിടികൂടുന്നത്. യൂനസ് ഉണ്ട്. യൂനസ്, ഈ സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് എന്താണ്? മറ്റു വിവരങ്ങൾ? അജി, ഇന്നലെ വൈകിട്ടാണ് ഈ മലപ്പുറം എടവണ്ണ സ്വദേശിയായ ഉണ്ണിക്കമ്മതിന്റെ വീട്ടിൽ നിന്ന് 20 എയർ ഗണ്ണുകളും 3 റൈഫിളുകളും അതോടൊപ്പം തന്നെ 200-ലധികം വെടിയുണ്ടകളും കണ്ടെത്തിയത്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പോലീസ് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ തോക്കുകൾ ഈ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്കാണ് ഇതിനായി പരിശോധനയ്ക്കായി അയക്കുക. ഈ തോക്കുകൾ ഉപയോഗിച്ചതിന്റെയും മറ്റു വിവരങ്ങളും ശേഖരിക്കുകയാണ് ഈ ഒരു പരിശോധനയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിയായ ഉണ്ണിക്കമ്മതിനെ പോലീസ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഈ എയർഗൺ വിൽപ്പന നടത്താനുള്ള ലൈസൻസിന് ഉണ്ണിക്കമ്മത് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും മറ്റു കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇത് മറ്റുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ വ്യക്തമാകൂ എന്നാണ് പോലീസ് നിലപാട്. അതിനായി 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റു ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്നാൽ പോലീസ് പറയുന്നത് ഈ എയർഗൺ വിൽപ്പന നടത്താനുള്ള ലൈസൻസിന് ഉണ്ണിക്കമ്മത് ഇതിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ച് വരികയാണ്. മറ്റു കാര്യങ്ങൾ ഈ 2 ദിവസത്തെ ഈ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുള്ള മറ്റു കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പറയുന്നത്. അജി.